യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 ഭാഗം വായിക്കാം. 6-7 വാക്യങ്ങൾ. ആമേൻ. മതി. ഇവിടെ ഈ ഭാഗം നമുക്ക് നല്ല പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണല്ലോ. കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറഞ്ഞിവിടെ എഴുതി വച്ചിരിക്കുകയാണ്. സ്തോത്രം. ആദ്യത്തെ അടയാളം. 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. കർത്താവ് തൻ്റെ ഇഹലോക മിനിസ്ട്രിയുടെ ശുശ്രൂഷ കാലങ്ങളിൽ താൻ ചെയ്ത എല്ലാ അടയാളങ്ങളും, അതിൻ്റെ പുറകിൽ എന്തിനാണ് അത് ചെയ്തത്, എന്തിനാണ് അതൊക്കെയും താൻ പ്രവർത്തിച്ചത്? സ്തോത്രം. തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ആരെന്ന് വാക്കുകളാൽ പറയാതെ താൻ ആരെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ പലരും അത് കണ്ടപ്പോൾ അങ്ങ് സാക്ഷാൽ ദൈവപുത്രനാണ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ കാൽക്കൽ വീഴുകയൊക്കെ ചെയ്തു. സ്തോത്രം. ഉദാഹരണത്തിന് 10 കുഷ്ഠരോഗികൾ യേശു കർത്താവിൻ്റെ അടുത്ത് വന്നു. ആ 10 പേരും പോകുന്ന വഴിയിൽ സൗഖ്യം പ്രാപിച്ചു. ആ പോകുന്ന വഴിയിലാണ് അവർ സൗഖ്യം പ്രാപിക്കുന്നത്. സ്തോത്രം. അതിൽ ഒരു വ്യക്തി ഒരു ശമരിയക്കാരനായിരുന്നു. ആ മനുഷ്യൻ തിരികെ വന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ വീഴുന്നു. വായിക്കുന്നുണ്ട് അല്ലേ? സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയമുള്ള ഒരു വ്യക്തി അതിന് ആ 10 പേരിലുണ്ടായിരുന്നു. ഒരു ശമരിയക്കാരൻ നമുക്ക് എക്സാമ്പിളാണ്. സ്തോത്രം. ആ മനുഷ്യൻ വന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണു. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണല്ലോ പ്രിയപ്പെട്ടവരെ നാമൊക്കെ ഇന്ന് ആയിരിക്കുന്ന ഈ സ്ഥാനങ്ങളിൽ ഇന്ന് നമ്മളെ ആയിരിക്കുന്നത്. സ്തോത്രം. എത്രയോ പേര് ഹോസ്പിറ്റലുകളിലും അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവസന്നിധി വന്നിരിപ്പാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നു. സ്തോത്രം. ഇവിടെ വായിച്ച ഈ ഭാഗത്തേക്ക് നമുക്ക് പെട്ടെന്ന് കടന്നു വരാം. ഇവിടെ 6 കൽപ്പാത്രങ്ങളെക്കുറിച്ച് ഇവിടെ വായിക്കുന്നു. സ്തോത്രം. ഈ കൽപ്പാത്രങ്ങളുടെ ഉപയോഗം അവിടെ എഴുതിയിട്ടുണ്ട്. യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ കൽപ്പാത്രം യഹൂദന്മാരുടെ ഇത് കനാവിലെ കല്യാണത്തിൻ്റെ നമുക്കറിയാവുന്ന ആയതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഈ കൽപ്പാത്രങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? വെളിയിൽ ഗേറ്റിൻ്റെ അടുത്താണ് വെച്ചിരിക്കുന്നത്. ആരെങ്കിലും ഗസ്റ്റുകൾ അകത്തോട്ട് വരുമ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ ഈ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ജോലിക്കാർ, വേലക്കാർ അവിടെ കാല് കഴുകുവാൻ, ഗസ്റ്റുകളുടെ കാല് കഴുകുവാൻ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. സ്തോത്രം. അത് യഹൂദന്മാരുടെ ഒരു സമ്പ്രദായമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ വിവാഹം ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഫങ്ഷൻ നടക്കുമ്പോൾ ഗസ്റ്റുകളെ അകത്തോട്ട് സ്വീകരിച്ചുകൊണ്ട് വരുന്നത് അവരുടെ കാല് കഴുകി അത് കഴുകി തുടച്ച് ഒക്കെയാണ് കൊണ്ടുവരുന്നത്. അവരുടെ ആ ശുദ്ധീകരണത്തിൻ്റെ അവരുടെ ആ നിയമമാണ്. സ്തോത്രം. ഒരിക്കൽ കർത്താവിനോട് ആൾക്കാർ വന്ന് പറയുന്നുണ്ടല്ലോ,
എന്തുകൊണ്ടാണ് അങ്ങയുടെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നില്ലേ? മാർക്കറ്റിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കൈയൊക്കെ കഴുകി, കാലും കൈയൊക്കെ കഴുകിയിട്ടേ അവർ ഭക്ഷണം കഴിക്കാറുള്ളൂ. അത് അവരുടെ നിയമമാണ്. സ്തോത്രം, അവരുടെ സമ്പ്രദായമാണ്. ഇവിടെ ഈ കൽപ്പാത്രങ്ങൾ, ഞാനതിനെക്കുറിച്ച് വായിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, കൽപ്പാത്രങ്ങൾ എവിടെയാണ്, അതിൻ്റെ സ്ഥാനം എവിടെയാണ്? വെളിയിലാണ്, ആ ഗേറ്റിൻ്റെ അവിടെ അതിനെ വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഒരിക്കലും ഈ കൽപ്പാത്രങ്ങൾ ആ ഭവനത്തിനകത്തേക്ക് ആരും കൊണ്ടുവെക്കാറില്ല. ഇത് ഭയങ്കര വെയിറ്റുള്ള സാധനമാണ് ഈ കൽപ്പാത്രം. ഇതിനകത്ത് 2-3 പറ വീതം കൊള്ളുന്നതാണ്. 20-30 40 ലിറ്ററോ ഒക്കെ കൊള്ളുന്ന അത്രയും സൈസുള്ളതാണ്. കൂടാതെ കല്ലിൻ്റെ ഭാരം. ഇതാരും എങ്ങും എടുത്തുകൊണ്ട് പോകുന്ന വിഷയമല്ല. ഇതാരും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന കാര്യമല്ല. ആർക്കും അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാറേ ഇല്ല. അതിനെ വെച്ചിരിക്കുന്നത് ആ വെയിലത്ത്, മഴ വരികയാണെങ്കിൽ ആ മഴയത്ത്, അതവിടെ മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും അതിൻ്റെ സ്ഥാനം വെളിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭവനത്തിൽ, ഈ വിവാഹം നടക്കുന്ന ഈ ഭവനത്തിൽ കുറച്ച് സാമ്പത്തികമായി നല്ല നിലവാരത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമെന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. അവിടെ അവർ കരുതിയിരുന്ന വീഞ്ഞ് അവരൊരു പക്ഷേ ഉദ്ദേശിച്ച് കാണും, ഒരു 300 പേര് വരുമെന്ന് ഉദ്ദേശിക്കുക എന്ന് ചിന്തിക്കുക. പക്ഷേ അവിടെ അതിൽ കൂടുതൽ ആൾക്കാർ വരുവാനിടയായി. സ്തോത്രം. വീഞ്ഞ് തീർന്നു പോയി എന്ന് വായിക്കുന്നു. ഹല്ലേലൂയ. ഈ ഭവനത്തിൽ സാമ്പത്തികമായി നല്ല ഒരു നിലയിൽ നിൽക്കുന്ന ഈ കുടുംബത്തിൽ അനേക പാത്രങ്ങളൊക്കെ അവർക്കുണ്ട്. ഒരുപക്ഷേ വെള്ളിപ്പാത്രങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, നല്ല കളിമണ്ണ്, നല്ല പിക്ചറൊക്കെയുള്ള കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരുപക്ഷേ പാത്രങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. സ്തോത്രം. അതൊന്നും നമുക്കറിയില്ല. മാന്യമായ പാത്രങ്ങളെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. 1 തീമോഥെയോസ് 2:21 തോന്നുന്നു. അവിടെ ഇങ്ങനെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നു, ഒരു ഭവനത്തിൽ, ഒരു വലിയ വീട്ടിൽ പലവിധമായ പാത്രങ്ങളുണ്ട്. കണ്ടെങ്കിലൊന്ന് വായിച്ചോളൂ. ആമീൻ. ചില ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നു, ചിലത് മാന്യകാര്യത്തിനുള്ള പാത്രങ്ങൾ ഭവനത്തിൽ ഉണ്ട്. സ്തോത്ര. അതിന് മാന്യമായ സ്ഥാനത്ത് അതിൻ്റെ സ്ഥാനം അതിനെ വെച്ചിരിക്കുന്നത് നല്ല അലമാരിയിലായിരിക്കും. അത് ലോക്കൊക്കെ ഇട്ട് പൂട്ടി വെച്ചിരിക്കുന്നതായിരിക്കും. സ്തോത്രം. അതെല്ലായ്പ്പോഴും വെളിയിലെടുക്കുന്നതല്ല. പ്രത്യേക ഫങ്ഷനുകൾ വരുമ്പോൾ, പ്രത്യേക അങ്ങനെയുള്ള ഗസ്റ്റുകൾ വരുമ്പോൾ, ശ്രേഷ്ഠമായിട്ടുള്ള ഗസ്റ്റുകൾ വരുമ്പോൾ ഒക്കെ പുറത്തെടുക്കുന്ന പാത്രങ്ങൾ, മാന്യതമായ പാത്രങ്ങൾ. സ്തോത്രം. ചിലത് ഹീനമായ പാത്രങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു, ചില ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ. സ്തോത്രം. ഈ ഗേറ്റിൻ്റെ അവിടെ കിടക്കുന്ന ഈ പാത്രങ്ങളെ ഒരു മാനപാത്രമേ അല്ല, അതൊരു ഹീനപാത്രമായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഈ ഭവനത്തിലെ മാനപാത്രങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതിനെ നോക്കാതെ യേശു കർത്താവിൻ്റെ ദൃഷ്ടി ഈ ഹീനപാത്രത്തിന്മേലാണ് വീണത്. സ്തോത്രം. യേശുവിൻ്റെ ദൃഷ്ടി ആ വഴിയിൽ കിടക്കുന്ന ആ ഗേറ്റിൻ്റെ അവിടെ കിടക്കുന്ന ഹീനപാത്രങ്ങളുടെ മേൽ വീണു. പ്രിയപ്പെട്ടവരെ, ഈ മൺപാത്രങ്ങൾ ഞാനും നിങ്ങളുടെയും ഒരു നല്ല പിക്ചറാണ്. ഹല്ലേലൂയ. നമ്മുടെ ഒരു നല്ല ഒരു എക്സാമ്പിളാണ് നാം. സ്തോത്രം. ഹീനപാത്രമായിരുന്നു, ആർക്കും വേണ്ടാതെ വഴിയിൽ കിടക്കുന്ന, ആരും ഗൗനിക്കാതെ മാനിക്കാതെ കിടന്ന പാത്രങ്ങൾ. യേശു കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ വന്നപ്പോൾ അവസ്ഥകൾ മാറി. ഇവിടെ വായിച്ച ഈ കൽപ്പാത്രത്തെക്കുറിച്ച് നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് വരാം. യേശു പറയുകയാണ്, 7-ാം വാക്യം, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ.
മനപാത്രങ്ങളിൽ ഒക്കെയുണ്ട്. അതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ കൽപാത്രങ്ങൾ, ഹീനമായി കിടക്കുന്ന ഈ പാത്രങ്ങളുണ്ട്, ഇതിൽ വെള്ളം നിറപ്പി. ഹല്ലേലൂയ. വെള്ളം എന്തിനെ കാണിക്കുന്നു? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. എന്നിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവകൾ പുറപ്പെടും. 7:37 ഇത് തനിക്ക് 7:37 ഒന്ന് വായിച്ച്. 37 എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ദാഹിക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. ഈ പാത്രത്തിൽ, ഈ ഹീനപാത്രം ഇതിൽ നിറപ്പീൻ. യേശു കർത്താവ് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ ആ വെള്ളം അവിടെ നിന്ന് ജോലിക്കാർ, സ്തോത്രം, യേശു പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ വാക്ക്. അവർ വക്കോളം നിറച്ചു എന്ന് ഒരു വാക്കാണ്. ദൈവത്തിൻ്റെ വചനത്തിലെ ഒരു ചെറിയ വാക്കിന് തന്നെ അതിന് ആഴമായ വെളിപ്പാടുകളുള്ളത്. അതാ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത. വക്കോളം നിറച്ചു എന്ന് പറഞ്ഞാൽ ഇനി അതിനകത്ത് ഒട്ടും അങ്ങോട്ട് വേറെ ആരും കൊണ്ട് ഒഴിക്കാൻ ഇനി സ്ഥലമില്ല. വക്കോളം നിറച്ചു. സ്തോത്രം. ഞാൻ ആ ഭാഗം വായിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പല സ്ഥലങ്ങളിൽ മിഷൻ യാത്രകളിലൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലടത്തൊക്കെ ഈ ഭാഗം ശുശ്രൂഷിക്കാനിടയായ സമയങ്ങളിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ വക്കോളം നിറച്ചു ഈ ജോലിക്കാർ, ഈ വേലക്കാർ. യേശു പറഞ്ഞതുപോലെ നിറയ്ക്കുവാനാ യേശു പറഞ്ഞത്. അവർ വക്കോളം നിറച്ചു. ഹല്ലേലൂയ. ഒത്തിരി ആൾക്കാർ കർത്താവ് പറയുന്നത് ചെയ്യാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വരും, പകുതി നിറച്ചിട്ടങ്ങ് പോകും, അല്ലെങ്കിൽ 3/4 ഭാഗം നിറച്ചിട്ടങ്ങ് പോകും. നിറയ്ക്കാൻ പറഞ്ഞു, ഞാൻ നിറച്ചു, ഇത്രയും കോരിയില്ലയോ, ഇനി എന്തുവാ, ഇതിൽ കൂടുതൽ എന്തുവാ, ഞാൻ ചെയ്തില്ലയോ ഇത്രയും, അവരങ്ങ് പോകും. സ്തോത്രം. അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ വേല അത് 100% പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി അത് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ദൈവഭക്തന്മാർ, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെയാ മഹത്വം ഇറങ്ങുന്നത്. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ചെയ്യണം. ഹല്ലേലൂയ. അത് എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്ത് തീർക്കുക എന്നുള്ളതല്ല. സ്തോത്രം. അത് ഏറ്റവും നന്നായി ചെയ്യുവാനുള്ള ഒരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. സ്തോത്രം. ദൈവമാ പ്രതിഫലം തരുന്നത്. ദൈവം എല്ലാം നോക്കും പ്രിയപ്പെട്ടവരെ. സ്തോത്രം. നമ്മൾ വീട്ടിൽ നമ്മുടെ ജോലി ചെയ്യുകയാണെങ്കിലും നമ്മളത് ചെയ്യുന്നത് നമ്മൾ ചിട്ടയായിട്ടും കറക്റ്റായിട്ടും ചെയ്താൽ ദൈവം അതിലെല്ലാം കണക്കിടുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നാം നല്ല പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്താൽ ആരും കണ്ടെന്ന് വരത്തില്ല. ലോകത്തിൽ ആരും ഒരുപക്ഷെ ചിന്തിച്ചു കണ്ടെന്നൊന്നും വരത്തില്ല. പക്ഷേ ദൈവം നോട്ട് ചെയ്യും. സ്വർഗത്തിൽ അതിലെല്ലാം പ്രതിഫലമുണ്ട്. ഇവിടെ ഒരു വക്കോളം നിറച്ചപ്പോൾ ഞാൻ വിചാരിക്കുന്നു സ്വർഗം സന്തോഷിച്ചു, ദൈവം സന്തോഷിച്ചു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുത മഹിമ വെളിപ്പെടുവാനുള്ള സാഹചര്യം റെഡിയായി അവിടെ. സ്തോത്രം. അവർ വക്കോളവും നിറച്ചു. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടു. ആ ഭാഗം ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ പിശാചിന് ഇനിയും കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് പോലും അതിനകത്ത് ഒഴിക്കാൻ പറ്റത്തില്ല, വക്കോളം നിറച്ചിരിക്കുക. ആമേൻ. സ്തോത്രം. എന്നിട്ട് അവിടെ വായിക്കുകയാണ്, ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. സ്തോത്രം. അപ്പോൾ ഒരു ചോദ്യം അവിടെ കാണുകയാണ്. വിരുന്നുവാഴിക്കുള്ള ഉള്ളിലുള്ള ഒരു ചോദ്യം, ഇതെവിടെ നിന്ന്? സ്തോത്രം.
ഇതെവിടെ നിന്ന്? അവിടെ മണവാളനെ വിളിച്ച് ചോദിക്കുകയാണ്, ഇതെങ്ങനെ, എവിടുന്ന് വന്നു, ഇത്ര രുചിയുള്ള വീഞ്ഞ് എവിടുന്ന് വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്തോത്രം. വിരുന്നുവാഴിയുടെ ഉള്ളിലുള്ള ആ ചോദ്യം, ഞാൻ ഇത്രയും ഇവിടെയെല്ലാം നോക്കി, അല്ലെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എത്രയും വീഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു, അത് ഇത്രയും പേര് വന്നു, എല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വിരുന്നുവാഴി തൻ്റെ ഹൃദയത്തിൽ ചോദ്യം ഉയരുകയാണ്, ഇതെവിടെ നിന്ന് വന്നു? സ്തോത്രം. അത് എവിടെ നിന്ന് എന്ന് 9-ാം വാക്യം. വിരുന്നുവാഴിയുടെ ഉള്ളിൽ ഇപ്പം ചോദ്യമാണ്, ഇതെവിടെ നിന്ന് വന്നു? സ്തോത്രം. അപ്പോൾ മണവാളനെ വിളിച്ചു. മണവാളൻ അറിയത്തില്ല. അപ്പോൾ മണവാളൻ പറയുകയാണ്, സ്തോത്രം, ആ കോരിക്കൊണ്ട് വന്നവരോട് ചോദിക്കുക, ഒരു പക്ഷേ അവർ പറഞ്ഞു തരും എവിടെ നിന്നാന്ന്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, അവിടെ ആ വെളിയിൽ കിടക്കുന്ന ആ കൽപ്പാത്രങ്ങളല്ലേ, അതിനകത്തുനിന്നാണ് ഇത് വന്നത്. സ്തോത്രം. ആ വെളിയിൽ കിടക്കുന്ന കൽപ്പാത്രത്തിൽ നിന്ന് അതിശയിച്ചു. ആ കൽപ്പാത്രത്തിൽ നിന്നോ കാല് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം അതിനകത്ത് നിറയ്ക്കുന്നത്, അതിനകത്തുനിന്ന് ഇത് വന്നോ? യെസ്. ഇതെങ്ങനെ വന്നു? യേശു കർത്താവിൻ്റെ ശബ്ദത്താൽ ഇതിൽ നിറപ്പീൻ, ഇതിൽ നിന്നും കോരി കൊടുപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ, സ്തോത്രം, അവിടെ അത്ഭുത മഹിമ വെളിപ്പെട്ടു, ആ കൽപ്പാത്രത്തിൽ വെളിപ്പെട്ടു. ഞാൻ വിചാരിക്കുന്നു, ഹല്ലേലൂയ, ആ മണവാളനും മണവാട്ടിയും അവിടെയുള്ള എല്ലാ ഗസ്റ്റുകളും ചീഫ് ഗസ്റ്റുകളും എല്ലാം ആ പന്തിയിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്പം കൽപ്പാത്രത്തിൻ്റെ അടുത്ത് വന്ന് നോക്കയ്യോ, ഇതിനകത്തുനിന്നാണോ, ഇതിലാണോ ഈ മഹിമ വെളിപ്പെട്ടത്, ഇതിലാണോ? ഇനി അവർ ചിന്തിച്ച് കാണും, ആ വീട്ടുകാർ ചിന്തിച്ച് കാണും, ഇനി ഇതിൻ്റെ സ്ഥാനം ഇവിടെ വെക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട കൽപ്പാത്രമാണ്, ഇനി ഇതിൻ്റെ സ്ഥാനം ഇവിടെ വെളിയിൽ വെയിൽ കൊള്ളുന്നിടത്തും മഴ പിടിക്കുന്നിടത്തും അല്ല. സ്തോത്രം. ഇതിനെ എടുത്തവർ ഒരു നല്ല സ്ഥാനത്ത്, ആ ഭവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് അതിനായി ഒരു സ്ഥലം ഒരുക്കി അതിനു വേണ്ട ഡെക്കറേഷനൊക്കെ ചെയ്ത് അവിടെ കൊണ്ടുവന്നത് വെച്ച് കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ മഹത്വം അതിന് വെളിപ്പെട്ടതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പ്രവൃത്തിയല്ലേ ദൈവം നമ്മിൽ ചെയ്യുന്നത്. തൻ്റെ ആത്മാവിനെ നമ്മൾ പകർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസ്ഥകൾ മാറും, രുചി മാറും, നിറം മാറും, മണം മാറും. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ഇതിൻ്റെ അവസ്ഥ വെളിയിൽ കിടക്കുന്ന അവസ്ഥയല്ല. ഇനി ഇതിനെ അവിടെ വെക്കാൻ പറ്റുകയില്ല. ഇതിനെ കൊണ്ടുവന്ന് വെക്കേണ്ടത് ശ്രേഷ്ഠ സ്ഥാനത്ത്. അങ്ങനെ ഒരു വിളിയല്ലേ ഇന്ന് കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഓർമ്മിപ്പിച്ചു, നമ്മെ ഓർമ്മിപ്പിച്ചില്ലേ? അങ്ങനെ ഒരു വിളിയാ നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്നത്. നമ്മെ വിളിച്ച് ഹല്ലേലൂയ, വെറും ഒരു വിശ്വാസിയായി ഇങ്ങനെ പോകുവാനായിട്ടുള്ള ഒരു വിളി അല്ല പ്രിയപ്പെട്ടവര്, ഉന്നത വിളിയാ. എന്ന് കേട്ടല്ലോ നമ്മൾ, ഉന്നത വിളിയാ നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അർഹതയില്ലാത്ത കിടന്ന എൻ്റെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് ഈ ഉന്നത വിളിയാലാണ്. സ്തോത്രം. ശ്രേഷ്ഠ പാത്രങ്ങളാക്കി, സ്തോത്ര, അനേകർ ഹല്ലേലൂയ കാണുമ്പോൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ, നമ്മിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മിലുള്ള ദൈവകൃപ കണ്ട് ജനം ദൈവത്തെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരണം. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഈ പ്രവൃത്തിയാ ദൈവം നമ്മെക്കൊണ്ട് ചെയ്യുന്നത്. ആമേൻ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സുഖസപിതാവേ, അടിയങ്ങൾ അല്പസമയം അങ്ങയുടെ പാദപീഠത്തിൽ അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ആയിരുന്നു. അപ്പാ, ആ പുറമ്പോക്കൽ കിടന്ന കൽപ്പാത്രങ്ങളായിരുന്നു അടിയങ്ങൾ ഓരോരുത്തരും. അപ്പാ, ഹീനപാത്രങ്ങളായിരുന്നു. സ്തോത്രം. എന്നാൽ മാനപാത്രങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് തിരുഹിതമായല്ലോ. അപ്പാ, മാനപാത്രങ്ങളായി ഞങ്ങൾ നിൽപ്പാൻ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളതിൽ വിശ്വസ്തരായിരിക്കാൻ, ഞങ്ങളുടെ വെളിയിൽ വിശ്വസ്തതയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെല്ലാം മാനപാത്രങ്ങളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണുവാൻ, യേശു കർത്താവിൻ്റെ വരവിൽ മാനപാത്രങ്ങളായി കാണപ്പെടുവാനിടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ.